ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വരൽ ഒരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ട്രാഫിക് ബ്ലോക്ക് എന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് നല്ല ക്ഷമ വേണം ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കും വണ്ടിയിലുള്ള ആൾക്കാർക്കും ഉണ്ടോ. ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് 1 മണിക്കൂറോളം ഉണ്ടോ അതൊന്ന് കടന്നു കിട്ടാൻ. അങ്ങനെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 7:30 7:45 ആയപ്പോഴേക്കും റൂമിലെത്തി കേട്ടോ. ഇന്ന് ഒരാൾ നമ്മളെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ ചേട്ടനാണ് കേട്ടോ, എൻ്റെ വല്യമ്മേരെ മോനാണ്. അപ്പോൾ നമ്മളിവിടെ മൂവിയിലേക്ക് വന്നപ്പോഴാണ്, ചേട്ടൻ ഷാർജയിലാണ്, മൂവിയിലെ എവിടെയാണെന്നൊന്നും നമുക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനെ വിളിച്ചത്, ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണ്, സഫാരി മാളിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നമ്മുടെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെസ്റ്റോന്ന്. മീൻ കറിയും മീൻ വറുത്തതിക്കും വെച്ച് ചേട്ടൻ്റെ ഒരു നല്ലൊരു ചെറിയൊരു ഡിന്നർ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കേട്ടോ. അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ അമ്മയും കൂടി വേഗം നമ്മുടെ പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നീളം പയർ, അത് ഉപ്പേരിയും വെച്ചു. നല്ലൊരു മീൻ കറിയും മീൻ വറുത്തത്, കുരുമുളക്, നാട്ടിൽ നിന്ന് പറഞ്ഞ കുരുമുളക് ഇട്ടിട്ട് നല്ല ചാള മീൻ വറുത്തതാണ് കേട്ടോ, അതും ഉണ്ടാക്കി. പിന്നെ എന്താണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബീഫ് കറിയും പിന്നെ അമ്മാമ്മേൻ്റെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് കേട്ടോ. പിന്നെ ഇഞ്ചമ്പുളി, പിന്നെ കുറച്ച് മീനച്ചാറിന് ഡിമാൻഡ് കൂടുതലാണ്, അതുകൊണ്ട് വേഗം തീർന്നു കേട്ടോ. അത്രേ ഉള്ളൂ മീനച്ചാറും. അപ്പോൾ പപ്പടമുണ്ട്. ഇതാണ് കേട്ടോ ഡിന്നർ സ്പെഷ്യൽ. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ചേട്ടനും കുഞ്ഞാറ്റയും കൂടിയിട്ട് ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിട്ടോ. അപ്പോൾ അവരിതേ വന്നിട്ടുണ്ട്. കുറേ നാളുകളായിട്ടോ ചേട്ടനെ കണ്ടിട്ട്. ചേട്ടൻ വന്നപ്പോൾ ഇത്തിരി നേരം വൈകിട്ടോ, കാരണം ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇവിടെ എത്തുമ്പോഴേക്കും ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിയുമ്പോഴേക്കും ഇത്തിരി സമയമാവുമല്ലോ. അപ്പോൾ അതറിയണോണ്ട് തന്നെ ചേട്ടൻ ഇത്തിരി നേരം വൈകിട്ടാണ് വന്നത്. പിന്നെ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നു, കുറച്ച് നേരം വർത്താനയ്ക്കും പറഞ്ഞിരുന്നു. പിന്നെ ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ. ഭക്ഷണയ്ക്കും കഴിച്ച് പിന്നെ ഞാനും ചേട്ടനും കണ്ണൻ ചേട്ടനും അമ്മയും എല്ലാവരും കൂടി കുറേ നേരം വർത്താനിക്കും പറഞ്ഞ് ഒരു 11 മണി കഴിഞ്ഞ് ഒരു 11:30 11:45 ആയപ്പോഴാട്ടോ ചേട്ടൻ പോയത്.